ഷെയർ ചെയ്യുക. കാരണം അത്ര നല്ല പ്രൊഡക്ട്സ്, അത്ര നല്ല കമ്പനി, അത്ര നല്ല ഇൻകം പ്ലാൻ, ഇതെല്ലാനും വേറെ ഇപ്പൊ ഒരു ജോലി പോലും നമുക്ക് ഇങ്ങനെ കിട്ടില്ല. കാരണം വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ധാരാളം കുടുംബങ്ങളിലേക്ക് ആരോഗ്യ സമ്പത്തും എത്തിക്കാൻ നമുക്ക് സാധിക്കും. കാരണം എനിക്ക് തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ ശരിക്കും ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്, പക്ഷെ അപ്പൊ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു വിജയത്തിലെത്താൻ സാധിക്കും. നമ്മള് അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഇത് കട്ടയ്ക്ക് കൂട്ടുക. നമ്മളെ താങ്ങാനായിട്ട് നമ്മുടെ അപ്ലൈനും ലീഡേഴ്സും വിന്നിംഗ് ടീമും എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ജനങ്ങൾ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ ഇതിന്ന് കിറ്റ് ചെയ്യാണ്ട് നമ്മൾ മുറുകി പിടിച്ചു കഴിഞ്ഞാല് വിജയം ഉറപ്പാണ്. പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ അത് എന്റെ കഴിവല്ല, അത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കഴിവാണ്. കാരണം ഒരു അറിവും കഴിവൊന്നും ഇല്ലാതെ ഈ ഒരു മേഖലയിൽ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. പക്ക ഇൻട്രോവേർട്ട് ആയിരുന്ന വ്യക്തി. വീട്ടില് വിരുന്നുകാർ വന്നാലും അടുത്ത വീട്ടിൽ പോയിട്ട് പതുങ്ങിയിരുന്ന വ്യക്തിയിൽ നിന്നും ഇന്ന് എത്ര ക്രൗഡുള്ള ആ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് നട്ടല് വരുത്തി സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നേടി തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മാത്രം കഴിവാണ്. ഇവിടെ നമുക്കറിയാം പൈസയും അതേപോലെ മറ്റു കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് കിട്ടുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഓക്കെ, എന്തായിരുന്നു ചെയ്തിരുന്നത്? ബേസിക്കലി ഗോൾഡ് വർക്ക് ചെയ്തിരുന്നത്. കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോൾഡ് വർക്കിലൂടെയാണ്. അതിനുശേഷം ആ ഒരു മേഖലയിൽ ചലഞ്ച് വന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ മേഖലയ്ക്ക് അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് എൻ്റർ ചെയ്തു. ഒരു ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ഫാൻസി സ്റ്റോറും പാർട്ണർഷിപ്പിൽ റൺ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു 3 മേഖലയായിട്ട് കണക്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സമയമില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങിയ ഏകദേശം ഒരു 11:30 രാത്രി 11:30-12 മണിയാവും വീട്ടിലെത്താൻ. ഈ ഒരു കണ്ടീഷനാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ഒരു ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ സാമ്പത്തിക സാഹചര്യം എങ്ങനെയായിരുന്നു? ഓരോ മേഖലയിലും ചലഞ്ച് നേടുന്ന സമയത്ത് സാമ്പത്തികമായ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരുന്ന സമയത്താണ് അടുത്ത ഓരോ കാര്യങ്ങൾ തുടങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോയിരുന്നത് ട്രഡീഷണൽ മേഖലയിലായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങള് കാലത്ത് 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞ് രാത്രി 12 മണി വരെ എന്നുള്ള ആ കണ്ടീഷനില് 3 കാര്യങ്ങൾ ചെയ്തിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ, എന്താ പറയാ? ഇല്ല, അത് കാര്യങ്ങൾ ജസ്റ്റ് നടന്നു പോകുന്നുള്ള കണ്ടീഷനിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിലേക്ക് വരണ സമയത്ത് കാര്യങ്ങൾ നടന്നു പോകുന്നു, ഇങ്ങനെ നടന്നു പോകുന്നു, അതേ സമയത്ത് സമയമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ബിസിനസ്സിലേക്ക് വരാണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ ഈ ഒരു വെസ്റ്റീജ് ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പ് വെസ്റ്റീജിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെൽനസ് മേഖലയിൽ ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ ജസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ മേഖലയിൽ എത്തിപ്പെടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡ്രീം നൈറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം, അതെനിക്ക് കൊച്ചിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. ഫസ്റ്റ് എന്റെ ഈ ഒരു മേഖലയിൽ കാലെടുത്ത് വെക്കുന്നത് ഡ്രീം നൈറ്റ് എന്നുള്ള പ്രോഗ്രാമിലൂടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അവിടുന്നാണ് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തത് ഈ ഒരു മേഖല എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നുള്ളത്. നമുക്കറിയാം ലക്കി ഞാൻ ഹാപ്പി നെക്സ്റ്റ് നിയറസ്റ്റ് ആയി നമുക്കൊരു ഡ്രീം നൈറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അത് ഓക്കെ, എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നത്? ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? അതായത് ഇപ്പൊ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിൽ വന്നല്ലോ, അപ്പൊ അതിലേക്ക് ആ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ് ഞാൻ ഈ പ്രോഡക്റ്റ് വെസ്റ്റീജിന് മുമ്പ് ജോയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷെ അന്ന് മുമ്പ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തുള്ള ആ ഒരു ടീം നമുക്ക് അത്രമാത്രം ആക്ട് ആയിട്ടുള്ള ടീമായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന ടീമായിട്ട് ടീമുമായി ബന്ധപ്പെട്ട ഒരു നല്ല രീതിയിൽ നമുക്കറിയാം ഇവിടെ നല്ല ബന്ധങ്ങളും നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. അതിന് വിപരീതമായിട്ട് വർക്ക് ചെയ്ത ടീമായതിനെ കൊണ്ട് ഞാൻ അതിൽ വർക്ക് ചെയ്തിരുന്നില്ല, പ്രോഡക്ട്സ് ഉപയോഗിച്ച് പോയിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സുധീഷ് മാറാട്, ശ്രീദാസ് കടലൂർ എന്നുള്ള വ്യക്തി കാണാൻ വരുന്നത്. അത് അനീഷ രഞ്ജിത ചെമ്പ്ര എന്നുള്ള ഫാമിലിയുടെ ആ ലിസ്റ്റില് ഞാൻ ഉൾപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്തതാണ്.